ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല. കേട്ട് കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നുമെങ്കിലും വളരെ അർത്ഥമുള്ള ഒന്നാണ്. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ചിന്തിച്ച് നമ്മുടെ ഒത്തിരി നല്ല സമയങ്ങളെ കളയാൻ കഴിയും. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പല കാര്യങ്ങളും ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. നമ്മിൽ പലർക്കും അറിയാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇവിടെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരേ ഭവനത്തിലുള്ള 2 സ്ത്രീകൾ ഒരേ സിറ്റുവേഷനിൽ താമസിക്കുന്നവരായിരുന്നു, മാർത്തയും മറിയയും, ലാസറിൻ്റെ സഹോദരിമാർ. എന്നാൽ മാർത്തയെ നമ്മൾ നോക്കിയാൽ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്ന അവസ്ഥ. അതേ ഭവനത്തിലുള്ള മറിയ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനിതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് അവരൊന്നും ചെയ്യുന്നില്ല എന്നല്ല, യേശുവിനെക്കുറിച്ചുള്ളതായ ആ ഫോക്കസ് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് യേശു മറിയയെക്കുറിച്ച് പറയുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ വളരെയധികം വിഷമിപ്പിക്കുന്ന ആ ചില വിഷയങ്ങളെ കൂടിയൊക്കെയും ഞാനും കടന്നുപോയി. പ്രിയപ്പെട്ട ചിലരുടെ വേർപാടൊക്കെയും അങ്ങനെ ഒത്തിരി വിഷമം തോന്നി. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിലും അതിനെക്കുറിച്ചോ മറ്റേതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ നാളത്തെ കാര്യമായിരിക്കാം, ഇന്നത്തെ കാര്യമായിരിക്കാം, വിചാരപ്പെട്ട് ഇരിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുക. കർത്താവിനെ സകല വിഷയങ്ങളും ഏൽപ്പിക്കുക. കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് ഉണ്ട്, കട്ട് ആൻഡ് പേസ്റ്റ് ഉണ്ട്. വചനം പറയുന്നത് കട്ട് ആൻഡ് പേസ്റ്റ്. നമ്മുടെ ഹൃദയത്തിൽ ആ വിഷമം വെച്ചുകൊണ്ടിരിക്കാനല്ല. പണ്ടൊരാൾ കാളവണ്ടിയിൽ കയറിയിട്ട് അയാൾക്ക് തലയിൽ ലഗേജ് ഉള്ള ആളിനെ കാളവണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കാളവണ്ടിക്കകത്ത് ആളിരിപ്പുണ്ടെങ്കിലും ലഗേജ് തലയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതുപോലെയാണ് നമ്മുടെയും കാര്യം. താഴെ ഇറക്കി വെക്കണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മളിത് വായിക്കേണ്ട കോണം കഴിയും. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം കാണുന്നു, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ആ പ്രവാചകൻ അവിടെ നടക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുക. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുകയും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാല് പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. യാക്കോബ് ഒരിക്കൽ പറയുന്നുണ്ട്, സകലവും എനിക്ക് പ്രതികൂലം. തൻ്റെ മകൻ യോസേഫ് മരിച്ചു എന്നാണ് മക്കൾ തന്നോട് വന്ന് പറഞ്ഞത്. അതിൻ്റെ ശേഷം നാളുകൾക്ക് ശേഷം യോസേഫ് തൻ്റെ അടുക്കലേക്ക് ബെന്യാമീനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനൊക്കെയും പറയുന്ന സാഹചര്യങ്ങളിൽ ബെന്യാമീനെ അവിടെ നിർത്തണം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ യാക്കോബ് പറയുന്ന കാര്യമാണ്, സകലവും എനിക്ക് പ്രതികൂലമല്ലോ. എന്നാൽ ആ അനുഭവത്തിൽ നിന്നും യാക്കോബിനെ ദൈവം പുറത്ത് കൊണ്ടുവരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. പൗലൂസും ശീലാസും അവർ ഫിലിപ്പിയിൽ സന്തോഷത്തോടെ വേല ചെയ്യുകയാണ്. ആ സമയത്ത് അവർ അവിടെയുള്ളതായൊരു സ്ത്രീ, ലുദിയ എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ഈ വിശ്വാസത്തിൽ കടന്നു വന്ന് വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വെളിച്ചപ്പാടത്തിയായ സ്ത്രീ അവരുടെ വെളിച്ചപ്പാടത്ത് ആ ജോലിയിൽ നിന്ന് അവരെ പൗലോസ് അത്ഭുതകരമായി വിടുവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ പിശാചെല്ലാം അവരെ വിട്ടുപോയി. പക്ഷേ അവരെക്കൊണ്ട് ആദായമുണ്ടാക്കുന്ന പലരും ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര കലിപ്പായി. അവർ പൗലോസിനെയും ശീലാസിനെയും വളരെ അടുപ്പിച്ച് ജയിലിലിട്ടു. അവിടെ എന്താ പിന്നെ സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 23-ാം വാക്യം, അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. ദേഹം മുഴുവൻ അടികൊണ്ട് ചോരയൊലിച്ച്
മേല് മുഴുവൻ വേദനയാണ്. അപ്പോൾ തന്നെ അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി കാലും കൈയും എല്ലാം ബന്ധിച്ചു. തടവുകാരുടെ അവരെ കാവൽ ചെയ്യുവാൻ കാവൽക്കാരും ഉള്ളപ്പോൾ അതിൻ്റെ നടുവിൽ അർദ്ധരാത്രിക്ക് ജയിലിലിരുന്ന പൗലോസിനും ശീലാസിനും തോന്നിയത് ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കണം. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം. നമുക്കൊക്കെ ഒരു നിസ്സാര വിഷയം മതി. ചർച്ചിലൊക്കെ ചെന്നാൽ നമ്മളിങ്ങനെ അറ്റൻഷൻ പോസ്റ്റിലാണ് നിൽക്കുന്നത്. എന്നാൽ വീട്ടിൽ ഫുട്ബോൾ ഗെയിം കാണുകയാണെങ്കിലോ നമ്മൾ ചിലപ്പം കൈ കിട്ടുകയെല്ലാം കൂടെ വലിച്ചെടുത്തെറിഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ വളരെ സന്തോഷിച്ച് തുള്ളിച്ചാടിയെന്നിരിക്കും, ഒച്ച ബഹളവും വെച്ചെന്നിരിക്കും. നമ്മളതുപോലെ അല്ല ഒരു ഗെയിം കാണുന്നത്. എന്താ, ചർച്ചിൽ ചെല്ലുമ്പോൾ നമ്മളെ തന്നെ വളരെ റിസർവ്ഡായിട്ട് വാ പോലും തുറക്കാതെ ഒരു സ്തോത്രം പോലും പറയാതെ കൈയൊന്നും അടിക്കാതെ നമ്മളിങ്ങനെ വളരെ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുകയാണ്. വാസ്തവമായി നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മിൽ നിന്ന് ഉണ്ടാകുവാനിടയായി. ഇവിടെ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യം, ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കാനോ ഒരു രീതിയിലും ചിന്തിച്ചു നോക്കിയാൽ കഴിയത്തില്ല. കാരാഗൃഹത്തിലാണ്, അർദ്ധരാത്രിയാണ്. പക്ഷേ പൗലോസും ശീലാസും അതൊന്നും വകവയ്ക്കാതെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അടിസ്ഥാനം ഇളകി എല്ലാവരുടെയും ചെങ്ങല പൊട്ടി. നമുക്ക് സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും ഒന്നും തോന്നാതിരിക്കുമ്പോൾ, മനസ്സ് വിഷമിച്ച് ഭാരപ്പെട്ട് നീറിയിരിക്കുമ്പോൾ, ഒരുപക്ഷെ ഇപ്പോൾ കാലാവസ്ഥയൊക്കെയും വളരെ പ്രതികൂലമായിരിക്കാം, സകലവും വളരെ പ്രയാസമായിരിക്കാം, സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷയം, ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ നമുക്കുള്ള ചില ചോയ്സസ് ഇതാണ്. സ്തോത്രം. ഒന്ന്, ദൈവം നമ്മുടെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കണം. 2, അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ഫലമില്ലെങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, സന്തോഷിക്കും. 3, കഴിയുമെങ്കിൽ സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുക. ദൈവത്തെ അല്പസമയം ആരാധിക്കുക. മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുക. മാർത്തയെപ്പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വരുന്ന നമ്മുടെ ലൈഫ് ആകെ ഒരു ഫുൾ സ്റ്റോപ്പ് ആകും എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.